ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ ചോറും കറി ഉണ്ടാക്കണ വീഡിയോസാണുള്ളത്. അപ്പം ചോറ് ഊറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ചോറ് വെന്ത് ഊറ്റാൻ തുടങ്ങി. നല്ല മഴക്കാറുണ്ടായതുകൊണ്ട് ഒരു വെളിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ലോങ് വീഡിയോ ഇടാൻ തന്നെ ആരും ഞങ്ങളെ ലോങ് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണില്ല, ആരും കാണുന്നില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഇടാത്തത്. അപ്പോൾ ചോറായി. കറി മമ്പയർ കറിയാണ്. കറി ആയിട്ടുണ്ട്. കറി തൂമ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ചിക്കനും മീനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ്. എന്നും ചിക്കനും മീനുണ്ടായാലും ശരിയാവില്ല. അപ്പം ഇനി പാത്രം കഴുകാണ്ട്, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പാത്രം കഴുകാണ്ട് ചോറ് ആ കുടിച്ച് കഴുകണം. അപ്പോൾ നമുക്കൊരു പ്രത്യേകിച്ചൊരു ഇത് കാട്ടിത്തരാം. ഇത് നമ്മൾ ചോറ് ഊറ്റിയ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കുന്നതാണ്. ഇതൊരു 3 ദിവസം ഒഴിച്ച് വെച്ചിട്ടാണ് ആ വെള്ളത്തിൽ ഒരു നാരങ്ങ പിയ്യ. എന്നിട്ട് നമ്മളെ കറിവേപ്പിനും ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല തളിർത്തുണ്ടാകും. അതിന് വേണ്ടിയിട്ട് വെക്കണതാണ് ഈ കഞ്ഞിവെള്ളം. ഇങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കൊണ്ടു. നല്ല രീതിക്ക് കറിവേപ്പും ചെടികളൊക്കെ വളരും. അപ്പം നമ്മൾ വേറൊരു കാഴ്ച കാട്ടിത്തരാം. നല്ല പ്രത്യേകിച്ച് മഴ പെയ്തതുകൊണ്ട് അതിൻ്റെ ഭംഗി പോയി. നല്ല അത്യാവശ്യം അങ്ങോട്ട് പിടിച്ചോളാം. നല്ല ഭംഗിയിൽ നിൽക്കുന്നൊരു പൂവാണത്. നല്ല കൊല കുത്തി ഉണ്ടായിട്ടുണ്ട് ആ പൂവ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു വലിയ മരത്തുമ്മക്ക് പടർന്നു പിടിച്ചതാണ്. ഇത് നമ്മളെ കുഴൽക്കിണറാട്ടോ. കുഴൽക്കിണറിന് നല്ലൊരു ഗുഹ വന്നിട്ടുണ്ട്. മഴക്കവിടെ അടർന്ന് പൊട്ടിയിട്ടുണ്ട് സ്ലാബ്. പിന്നെ നമ്മുടെ നോമ്പിന് പൈനാപ്പിൾ കൊണ്ടുവന്നത്, അതിന് വേരൊക്കെ വന്ന് നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ ഉണ്ടാവട്ടെ. ഇപ്പം നമ്മൾ കരിവേപ്പ് ആകെ ഉണങ്ങി ഇതായിരുന്നു. ഇപ്പോൾ കരിവേപ്പിന് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തോണ്ട് തന്നെ നല്ലോണം തെളുത്തുണ്ടായിട്ടുണ്ട്. നല്ല തെളുത്ത് ഇലയൊക്കെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. മല്ലികയും പൂവിടാതെ മുരടിച്ച് നിന്ന് കഞ്ഞിവെള്ളം നല്ലോണം പുളിപ്പിച്ച് വെച്ചെടുത്തപ്പോൾ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നല്ല സ്മെല്ലും.
പിന്നെ പോട്ടെ ഇറങ്ങിക്കൂടി കെട്ടാൻ പറ്റും. നമ്മളെ മുല്ലമ്മ 2 മൊട്ടുണ്ട്. ഒരു 4 ഉണ്ടായിൻ്റെത്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടേണ്ട എഴുതിയിട്ട് വീഡിയോ ഇട്ടതാണ്. അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മളെന്തെങ്കിലും ഒരു വീഡിയോ ഇടേണ്ടത് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ്. എന്തെങ്കിലും വീഡിയോ ഇടേണ്ട എഴുതിയിട്ട് വീഡിയോ എടുത്തതാണ്. നമ്മളെ ലോങ് വീഡിയോസ് കൂടുതലാരും കാണാത്തതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ മുഖം കാണിക്കണമില്ല, അതുകൊണ്ടായിരിക്കാം നമ്മളെ വീഡിയോസ് ലോങ് ആരും കാണാത്തത്. ഇതാക്കണം നമ്മളെ വാഗൺ ഫ്രൂട്ട് നല്ലോണം ഉണ്ടായി വളർന്നു വന്നിട്ടൊക്കെ ഉണ്ട്. കായ്ക്കൊന്ന് കരുതുക. അപ്പോൾ ഈ ചോറും കൂടെ ഒന്ന് പോറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. മുറ്റടിച്ചെല്ലാം തുടക്കലും തിരുമ്പിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മളെ വീഡിയോസ് കൂടുതൽ ആർക്കും എത്തിയിട്ടില്ല തോന്നുന്നു. ആരും കാണുന്നതൊന്നും ഇല്ല. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.